നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ വിഷുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1199 ആണ്ട് മേടമാസം തൊട്ട് 1200 ആണ്ട് മേടമാസം തുടങ്ങുന്നത് വരെ, അതായത് മീനമാസം വരെയുള്ള ഫലമാണ് നമ്മളെ വാർഷിക ഫലമായിട്ട് കാണുന്നത്. അതായത് 2024 ഏപ്രിൽ മാസം 14 തൊട്ട് 2025 ഏപ്രിൽ മാസം 13 വരെ വരുന്ന ഒരു വർഷത്തെ ഫലമാണ് ഓരോ രാശിക്കാർക്കും എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വിഷു ഫലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ജ്യോതിഷപ്രകാരം വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. മേടമാസം തൊട്ട് മീനമാസം വരെ വരുന്നതാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. മലയാള മാസപ്രകാരം നമ്മൾ ചിങ്ങമാസം തൊട്ട് വർഷം ആരംഭിക്കും. ഇംഗ്ലീഷ് മാസപ്രകാരം ജനുവരി തൊട്ട് ആരംഭിക്കും. പക്ഷേ ജ്യോതിഷപ്രകാരം മേടമാസം തൊട്ടാണ് മാസം ആരംഭിക്കുന്നത്. അതായത് സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മേടമാസം. സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ഓരോ രാശിക്കാർക്കും എങ്ങനെ എന്ന് നോക്കാം. നമുക്കിന്ന് മിഥുന രാശിക്കാരുടെ ഫലം നോക്കാം. മിഥുന രാശിയിൽ ജനിച്ച നക്ഷത്രം മകയിര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, മുക്കാൽ ഭാഗവും ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുന രാശി. മിഥുന രാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ വരുന്ന പുതുവർഷം നിങ്ങൾക്കത്ര അനുകൂലപ്രദമല്ല. നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ എപ്പോഴും വേഴത്തിൻ്റെ സ്ഥിതിയെ ആസ്പദമാക്കിയിട്ടായിരിക്കും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. വേഴമാണ് സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹം. പ്രകൃതിയിൽ വേഴം 12ലേക്ക് സഞ്ചരിച്ചെത്തുകയാണ്. മെയ് മാസം 1 തൊട്ട്, ഇപ്പോൾ ഏപ്രിൽ 14 തൊട്ട് വർഷം ആരംഭിക്കുമെങ്കിലും മെയ് 1 തൊട്ട് വേഴം 12ലേക്ക് വരും. 12ാം വേഴത്തിലേക്ക് വരികയാണ്. വേഴന് ഏറ്റവും മോശ സ്ഥാനങ്ങളിലൊന്നാണ് 12. ഇപ്പോൾ 12ലേക്ക് വേഴം വരുമ്പോൾ പ്രധാനമായി നിങ്ങൾ സൂക്ഷിക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ കൈവയ്ക്കരുത്. പുതിയ ബിസിനസ് തുടങ്ങാനോ മറ്റ് ഊഹ കച്ചവടങ്ങളിലോ ഒന്നും തന്നെ ഈ സമയത്ത് ഇടപെടരുത്. കാരണം സമ്പത്ത് ബ്ലോക്കായി പോകുന്ന കാലഘട്ടമാണ്. നമ്മൾ മുന്നേ കൂട്ടി ഓരോന്നറിഞ്ഞ് നോക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ വിപത്തുകളിൽ പെടാതെ രക്ഷ നേടാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ സമയങ്ങളിൽ ഓരോ ജ്യോതിഷികൾ നമുക്ക് നിർദ്ദേശങ്ങൾ തരണേ. ഇപ്പോൾ 12 വേഴം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സമയമാണ്. അതിന് ഉദാഹരണം തന്നെ രാമായണത്തിൽ രാമൻ അഗസ്ത്യ മഹർഷിയെ അഭയം തേടി. കാരണം അതിശക്തനായിട്ടുള്ള രാവണനെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. രാവണൻ അത്ര ബുദ്ധിശാലിയും കഴിവുള്ളവനും ബ്രാഹ്മണപുത്രനുമാണ്. അത്ര ശിവഭക്തനും കൂടിയാണ്. അത്ര പരമഭക്തനായ രാവണനെ കീഴ്പ്പെടുത്തുക നിസ്സാരമാണ്.
അപ്പോൾ അഗസ്ത്യ മഹർഷി അഭയം തേടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഉപദേശിച്ച് തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തതിനൊപ്പം തന്നെ രാവണനിതാ 12ലേക്ക് വേഴം വരികയാണ്. ഇപ്പം നീ അവനെ കീഴ്പ്പെടുത്തിയാൽ കീഴ്പ്പെടുത്താം. അവന് ഈശ്വരാധീനം കുറയുകയാണ്. അവന് സർവനാശം ഉണ്ടാവുന്ന സമയമാണ് 12ൽ വേഴം നിൽക്കുന്ന ഈ സമയം. ഈ സമയം നീ അവനെ വധിച്ചില്ലെങ്കിൽ പിന്നെ നീ വീണ്ടും 12 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്ര നെഗറ്റീവായിട്ടുള്ള ഒരു സമയമായിരുന്നു 12ൽ വേഴം നിന്ന രാവണൻ്റെ സമയം. അതേപോലെ മിഥുനക്കൂറുകാർക്ക് 12ൽ വേഴം വരികയാണ്. അതുകൊണ്ട് നമ്മൾ ആകിലും എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിയണം. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല, ശത്രുക്കൾ ചുമ്മാ ഉണ്ടാവും. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പരാജയം ഉണ്ടാവും. അമ്പലത്തിൽ പോകാൻ തോന്നാതെ വരും. അപ്പോൾ ദൈവവിചാരം കുറയും. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അതിജീവിച്ച് പോകണം. പ്രധാനമായിട്ട് സാമ്പത്തിക ഇടപാടുകളിൽ കൈവയ്ക്കരുത്. ആരെങ്കിലും വളരെ കാര്യമായിട്ട് ഇപ്പം തരാം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് സമയത്തിന് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വസ്തു മേടിക്കാനോ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് വസ്തു മേടിച്ചിടുക. അപ്പോൾ ആ പൈസ അവിടെ ബ്ലോക്കായി പോകുമെന്ന് മാത്രം. വീട് വെക്കാൻ തുനിയുന്നവർക്കും വീട് വയ്ക്കുന്നതുകൊണ്ട് ദോഷമില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ആ പൈസ നമുക്ക് തിരിച്ചു വരത്തില്ല. നമ്മൾ കഴിക്കുന്ന പൈസ പോവുകയും കടം വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് വീട് വയ്പ്പ്. അതിനൊക്കെ കൊള്ളാം എന്നുള്ളതിലൊരു ബിസിനസ് ചെയ്യാനോ മറ്റാർക്കെങ്കിലും വായ്പ കൊടുക്കാനോ മറ്റ് ഊഹ കച്ചവടങ്ങൾക്കോ ഒന്നിനും നിൽക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് വിപരീത ഫലത്തെ സിദ്ധിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഓരോ ദിവസത്തെ ജ്യോതിഷവും ഇപ്പോൾ നിങ്ങളുടെ നിത്യജ്യോതിഷം ഞങ്ങൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും ഇട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാം. ആ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ആർക്കൊക്കെ ശോഭിക്കാം, ശുഭദിവസമാണോ, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാമോ എന്നൊക്കെ നോക്കിയിട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ നിത്യജ്യോതിഷം ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ലൈവ് പ്രോഗ്രാം യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ട്. ലൈവ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പലരും ലൈവ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ലൈവ് എന്നാണ് എന്ന് അന്വേഷിച്ച് നിൽക്കണേ. കാരണം ആ സമയം അവർ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആ യഥാസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ UAE കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നേരിട്ട് എല്ലാ മാസത്തിലും ഒരു നിശ്ചിത ദിവസം അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അവിടെ ഉള്ളവർക്ക് നിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ 12ൽ വേഴം നിൽക്കുന്നവർ പ്രധാനമായിട്ട് ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരണമെങ്കിൽ വിഷ്ണു ഭജനം നടത്തണം. വിഷ്ണുവിനെ ഭജിക്കണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ സാമ്പത്തിക നഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടി മഹാസുദർശന യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു പ്രൊട്ടക്ഷൻ നേരത്തെ തന്നെ കരുതിക്കൊള്ളുക. ഒന്നും നമുക്ക് ഏക്കരുത്, ധനനഷ്ടം ഉണ്ടാവരുത്. അതുപോലെ വിഷ്ണുവിനെ തന്നെ ഭജിച്ച് വേഴത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ ഇടവരും. അതുപോലെ ക്ഷേത്ര ദർശനം ചെയ്യുക. ഇപ്പോൾ എല്ലാ മിഥുനക്കൂറുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.